സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പ്രൗളറിൻ്റെ ചാനലിലെ മൈൻക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, വേഴ്സ്റ്റ് എപ്പിസോഡായിരുന്നു അത്. കാര്യം അതിൽ ഞാൻ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ എന്തോ മരിച്ചു. അതൊരു ബെഡ് പോലും കിട്ടാതെ മരിച്ചു. ഞാൻ ഇത് ഫസ്റ്റ് തന്നെ പറയാൻ കാരണം ഇപ്പോൾ മാറ്റുമ്പോൾ രാത്രി അല്ലെങ്കിൽ ഞാൻ രാത്രിയല്ല, പക്ഷേ ആവശ്യത്തിന് മഴയുണ്ട് ഇപ്പോൾ. അപ്പം മഴയുള്ള സ്ഥിതിക്ക് മറ്റേ സോംബികളും വെളിയിൽ കാണും. സോ ഐ ആം ട്രാപ്ഡ്. ഇന്നെങ്കിലും എനിക്ക് ആടിനെ കിട്ടിയേ പറ്റും, അല്ലെങ്കിൽ ഒരു വില്ലേജെങ്കിലും കിട്ടണം. അതാടാണ് ആടാട്. യോ, ആടിനെ തപ്പിപ്പോയി ഇപ്പം കിട്ടിയേനെ. അടിയിൽ സ്കെൽട്ടൻ. എല്ലാവരും കൂടി ഈ സമയത്ത് എവിടെ പോകുന്നതാ? ഇപ്പം ആ ക്രീപ്പർ പൊട്ടിയാൽ ഞാൻ എൻ്റെ കാര്യം തീരുമാനമായി. കാര്യം നേരെ പുതിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടി. അല്ല, റെസിപ്പി അതിനെ അച്ചീവ്മെൻ്റ് ആണോ പറയുന്നത് എനിക്കറിയത്തില്ല. ഓ, ഹെൽപ്പ്. ഒരാട് അല്ല, ഒന്നല്ലല്ലോ, ഇനി ഒന്നും കൂടെ കാണാം അല്ലേ? ഈ മഴ ഒന്ന് തീരുന്നെങ്കിൽ ഒന്ന് സമാധാനമായിരുന്നു. എന്തായാലും നമുക്കിനി ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ടും എല്ലാം പോയി നോക്കാം. അപ്പോൾ വല്ല ഇതും കിട്ടിയാലും. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ തുടങ്ങിയിട്ട് മഴയായ ടെൻഷനിൽ ഞാൻ അതങ്ങ് പറയാൻ വിട്ടുപോയി. ഇപ്പം എൻ്റെ അടുത്ത് വല്ല ക്രീപ്പർ വന്ന് പൊട്ടിയുള്ള അവസ്ഥ. മഷ്റൂം കിട്ടി. പിന്നെ ഗെയിമിൽ മാത്രമല്ല, എൻ്റെ വീട്ടിൻ്റെ വെളിയിലും ആവശ്യത്തിൽ കൂടുതൽ മഴയുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ സൗണ്ടൊക്കെ കേൾക്കും. എല്ലാവരും ഒന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് ദൂരത്ത് നോക്കാം, വല്ല ആടിനെയും കിട്ടിയാലോ. കിട്ടി. നമുക്ക് തപ്പിപ്പോയാലേ ആട് കിട്ടുള്ളൂ. ഈ ഏരിയയിൽ ഒരു ജീവിയും സ്പോണാവില്ലെന്ന് തോന്നുന്നു. 2-3 പന്നിയും കുറേ കോഴിയും മാത്രം കിട്ടി. ആവശ്യമുള്ള സാധനത്തിന് ആവശ്യം ബാക്കിയുള്ള എല്ലാത്തിനെയും കിട്ടും. എനിക്കൊരു ബെഡ് ഉണ്ടാക്കാൻ ഒരു ആടിനെയാണ് ആവശ്യം, അല്ല 2 ആടിനെയും കൂടെ. ഈ ആമയൊക്കെ ഒന്നാ ബെഡ് ഉണ്ടാക്കാൻ പറ്റുമോ? അയ്യോ, രാത്രിയാവുന്നു. ഇപ്രാവശ്യം ഞാൻ നിൽക്കൂല, അന്തം വിട്ടോടും. അതാടാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. ഉടനെ തന്നെ മിക്കവാറും നമ്മുടെ ചാനലിൽ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസിൽ ഒരു ബെഡ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു മൾട്ടിപ്ലെയർ വീഡിയോ വരുമെന്ന് ഞാൻ പറയുന്നു. ഫുഡ് എന്ത് ചെയ്യുന്ന കോഴി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പട്ടിണിയാണ്. ഇപ്പോഴൊന്നും ആരും സ്പോണാവില്ല. ഞാൻ കയറാൻ വേണ്ടി ഗെയിം കാത്തിരുന്ന രാത്രി ആക്കാൻ വേണ്ടി. അതോ നമുക്കൊരു ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിൽ കൂടെ പോകണം, അതായിരിക്കും ബെറ്റർ. അയ്യോ, ക്രീപ്പർ. അയ്യോ, മുകളിൽ വീണ്ടും ക്രീപ്പർ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഇതേ സ്ഥലത്തുള്ള ഈ ക്രീപ്പർ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നതാണ്. അയ്യോ, നമ്മൾ സോമ്പി എല്ലാവരും എനിച്ചത്. ഇപ്രാവശ്യം എനിക്ക് ഒരുത്തിനെയും പേടിക്കാൻ വയ്യ. ഞാൻ പടം എങ്ങോട്ടും ഈ മഷ്റൂം തിന്നാൻ പറ്റും. കുട്ടി സോമ്പി എങ്ങനെ വന്നാലുള്ള എൻ്റെ അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വെച്ചാണ് മരിച്ചത്.
ഫുഡ് കിട്ടാതെ മരിക്കും. എന്തുവാടെ നല്ല വ്യൂ ഉള്ള സ്ഥലം. ഗോൾഡൻ ആർമറൊക്കെ ഇട്ട് സ്കെൽട്ടൺ. ഇവിടെ നമുക്കില്ല. അയ്യോ അയ്യോ, ഇനി ഈ മലയെ എനിക്ക് താണ്ടിപ്പോണം. എനിക്കിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള സാധനം അതെന്താ ഇവിടെ? അയ്യോ, മഞ്ഞിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് മിക്കവാറും ഈ സീരീസ് മൊത്തം അയ്യോ വിളിയുടെ ആവശ്യമായിരിക്കും. എന്നെ സോംബികൾ ആക്രമിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ താട. ശരിയാവില്ല. ഇതൊന്നും മുങ്ങിപ്പോയി പൊങ്ങിയതാ. ഫുഡില്ലാത്തോണ്ടായിരിക്കും. അയ്യോ, എൻ്റെ ആവശ്യത്തിനുള്ളെല്ലാമായെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളത്തിൽ നീന്തി വന്നാണ് ചേട്ടാ. ഇല്ല, പോയി. നല്ല കുട്ടി. നമുക്ക് വീണ്ടും രാത്രിയുള്ള ഇനിയിപ്പോൾ താഴ്ന്നാലും പഠിച്ചതുപോലെ തോന്നിയത്. ഡ്രൗൺ വല്ലാൻ വരാത്തതിൻ്റെ കുറവും കൂടെയാണ്. ഞാൻ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കാണത്തില്ല. ഓക്കെ, നമ്മൾ വീണ്ടും മരിച്ചു റീസ്പോണായി. പിന്നെ ഞാൻ കാര്യം കണ്ടുപിടിച്ചു. ഞാൻ നേരത്തെ വന്നത് എൻ്റെ ഊൾ എനിക്ക് കളയാൻ വയ്യ. സോ ഇവിടുത്തെ തൊട്ടടുത്തുള്ള ലൈനിലാണ് ഞാൻ നേരത്തെ വന്നത്. അപ്പം നീ ഫുഡ് ഇപ്പോഴേ കാത്തി വയ്ക്കണം. അതിന് രാത്രി വയ്ക്കണം 12 ഓടാനുള്ളത്. എൻ്റെ ഐറ്റംസ് ഒന്നും ഡിസ്പ്ലേ കാണില്ല. അതിന് ഈ ഐലിലൂടെ വന്നു. പക്ഷെ ഇനി അത് ബുക്കിനാണെന്ന് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ പ്രാവശ്യം എന്നൊരു
സോംബി ഗുഹയ്ക്കകത്ത് തപ്പി പിടിച്ച് വന്ന് കൊന്നാണ്. ഈ ഐലൻഡിലെവിടെയൊക്കെ ആയിട്ടായിരുന്നു. പശുവിനെ കാണുന്നു അടിക്കും. ഓക്കെ, എനിക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ പിടിച്ചേക്ക് പറ്റും. കരിയിങ്ങനെ പെട്ടെന്ന് യാത്ര ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. പശുവിനെ കിട്ടിയ സ്ഥിതിക്ക് ആടി ഇവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം പ്രതീക്ഷിക്കുന്ന സാധനങ്ങളാണല്ലോ കിട്ടാത്തത്. എൻ്റെ ഐറ്റംസ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇനി പോകുന്നില്ല. ഒരു ആടിനെ കിട്ടാൻ ഇത്രയും ഗതിയിടുന്നൊരു യൂട്യൂബറിന് വേറെ കാണത്തില്ല. 100% ഉറപ്പാണ്. അപ്പോൾ ഇനി ആടിനെ എന്തെങ്കിലും കിട്ടിയിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ ഇൻഫോം ചെയ്യും. സോ ഫ്രണ്ട്സ്, എനിക്കങ്ങനെ ഒരു ആടിനെ കിട്ടി. ഇവിടെ വേറെ ആടിനെ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഓളെങ്ങനെ തരാതിരിക്കണം. ആടടുത്ത അയ്യോ, പക്ഷേ ഇതാക്കളുള്ള ഒരു രാജ്യം തന്നാൽ മതി എനിക്ക് പ്ലീസ്. കൈ കിട്ടിയപ്പോൾ ഞാനത് ഇവിടെ വെച്ചു. ഒരാടും കൂടെ പ്ലീസ്. പ്ലീസ് ഈ നൈറ്റ് ആവുന്നതിന് മുമ്പ് എനിക്കൊരു ഉള്ളും കിട്ടണം. ഓക്കെ, ആടിനെ കിട്ടി. ആലോചിക്കുക, ഈ ആട് മരിച്ചിട്ട് പോകും. കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യണം. ക്രീപ്പറായി ഇപ്പം ചത്തനെ. ഒരു ബെഡ് ഉണ്ടാക്കാൻ സഹായിച്ചു. ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ബെഡ് കിട്ടി. ആപ്പിളല്ലേ ഇത്? എനിക്കിനി ആദ്യം തന്നെ പെട്ടെന്ന് ലൈഫ് കൂട്ടണം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റ് വീഡിയോസിനെക്കാട്ടി ശകലം ലോങ്ങാണെന്ന് തോന്നുന്നത്. അതിന് എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അറിയാം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം.